ധാരവാടാധാരമായിട്ട് പിടിക്കട്ടെ മൊത്തത്തായി വേണോ എന്നാ കൊടുക്കാല്ലേ ഇപ്പോൾ സമയം പുലർച്ചെ ഏതാണ്ടൊരു 4 മണിയാകാറായിട്ടുണ്ട്. ഒരു പൊട്ടൻ തെയ്യം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. വേറെ എവിടെയല്ല, എൻ്റെ അമ്മേൻ്റെ തറവാടായിട്ടുള്ള കണ്ണാരൻ തറവാട്ടിലെ പൊട്ടൻ തെയ്യത്തിൻ്റെ ആരുടെ കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് തെയ്യക്കോലം കെട്ടിയാടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഇവിടുത്തെ ചെറിയ പള്ളിയറ ഒന്ന് റിനോവേറ്റ് ചെയ്ത് പുതുക്കിപ്പണിത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് അതിന് ശേഷമുള്ള ആ ഒരു തെയ്യമാണ്. അപ്പോൾ തലേ ദിവസം ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി തെയ്യത്തിൻ്റെ മേലേരി ഈ രീതിയിൽ ചമ്പകം, പുളിമരം തുടങ്ങിയ വിറക് ഉപയോഗിച്ചിട്ട് കത്തിക്കുന്നതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി ഇതിന് തീ വെക്കുന്ന ആ തോറ്റം കഴിഞ്ഞ ഉടനെ ഇതിൽ തീ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. രാത്രി മുഴുവൻ കത്തി ഏതാണ്ട് രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് തെയ്യം തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവ ഏകദേശം കത്തി കനലായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പം മറു സൈഡിൽ തെയ്യം തുടങ്ങുന്ന അതിൻ്റെ മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ, മുഖത്തെഴുത്ത് കാര്യമായിട്ടില്ല, ബാക്കിയുള്ള അലങ്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെയ്യം പുറപ്പെടുന്നതിന് ഇടയിൽ തന്നെ കനൽ മാത്രം, ഈ കത്തി എരിയുന്നതിൽ കനൽ മാത്രം ഒരിടത്തും, കത്തിക്കൊണ്ടിരിക്കുന്ന ബാക്കി വരുന്ന വിറക് കഷ്ണങ്ങൾ, കുറച്ച് വിറക് കഷ്ണങ്ങൾ നമുക്ക് കാണാം. ആ വിറക് കഷ്ണങ്ങൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു സ്ഥലത്തും കൂട്ടിയിടും. പിന്നീട് തെയ്യം പുറപ്പെട്ട് കഴിഞ്ഞാൽ പൊട്ടൻ തെയ്യം കത്തുന്ന തീയിലും കനലിലും മാറി മാറി ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യും. ഈ തീയെ പ്രതിരോധിക്കാൻ കുരുത്തോല കൊണ്ടുള്ള ഉടയാട ഉണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടി ഇത് ചെയ്തില്ലെങ്കിൽ വളരെ പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള ഒരു അനുഷ്ഠാനമായിട്ടാണ് ഈ തെയ്യത്തെ എല്ലാവരും കണക്കാക്കുന്നത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള നാർക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മേൻ്റെ തറവാട്, കണ്ണാരൻ തറവാട്. ഈ കാണുന്ന പൊട്ടൻ ദൈവത്തിൻ്റെ പള്ളിയറയ്ക്ക് സമീപത്തായിട്ടാണ്, തൊട്ടടുത്തല്ല കുറച്ച് മാറിയിട്ടാണ് കണ്ണാരൻ തറവാട് സ്ഥിതി ചെയ്യുന്നത്. തറവാട്ടിൽ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന തെയ്യം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 5 തെയ്യക്കോലങ്ങളാണ് അവിടെ കെട്ടിയാടിക്കുന്നത്. ആദ്യ ദിവസം വൈകുന്നേരം പുലിക്കണ്ടൻ, അതുപോലെ കണ്ണാരനച്ചൻ എന്ന് പറയുന്നത് തറവാട്ട് കാരണവരുടെ സങ്കല്പമാണ്. അതുപോലെ പുലിക്കണ്ടൻ പുലിദൈവങ്ങളുടെ സങ്കല്പമാണ്. തൊട്ടടുത്ത ദിവസം 3 തെയ്യക്കോലങ്ങളാണ് പ്രധാനമായിട്ടും. നിലയറ ഭഗവതി, അതുപോലെ തറവാട്ട് ധർമ്മദൈവമായിട്ടുള്ള കൂവളന്താറ്റിൽ ഭഗവതി, അതുപോലെ വിഷ്ണുമൂർത്തി, ഈ 3 തെയ്യക്കോലങ്ങളാണ് രണ്ടാമത്തെ ദിവസം ഉണ്ടാകുക. അപ്പോൾ അതിൽ നിലയറ ഭഗവതി എന്ന് പറയുന്ന നിലയറ ഭഗവതിയുടെ ആരുടം തൊട്ടടുത്ത് തന്നെ, കണ്ണാരൻ തറവാടിന് തൊട്ടടുത്തായിട്ട് പൂവത്തിൻകീഴിൽ നിലയറ ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ കെട്ടിയാടിക്കുന്ന അതേ തെയ്യം തന്നെയാണ് നിലയറ ഭഗവതി. അതുപോലെ തറവാട്ടിലെ ധർമ്മദൈവമായിട്ടുള്ള കൂവളന്താറ്റിൽ ഭഗവതി, വലിയ തിരുമുടിയോടുകൂടിയ ഒരു തെയ്യക്കോലമാണ് കൂവളന്താറ്റിൽ ഭഗവതി. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വിഷ്ണുമൂർത്തി. ഉത്തരമലബാറിലെ ഒട്ടുമിക്ക കാവുകളിലും പള്ളിയറകളിലും കെട്ടിയാടിക്കുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു വൈഷ്ണവ തെയ്യമാണ് വിഷ്ണുമൂർത്തി. നീലേശ്വരത്തെ കുറുവാടൻകുറുപ്പിനാൽ കൊല ചെയ്യപ്പെട്ട പാലന്തായിക്കണ്ണൻ എന്ന തീയ യുവാവിൻ്റെ കഥ പറയുന്ന ഒരു ജനപ്രിയ തെയ്യമാണ് വിഷ്ണുമൂർത്തി. 75ലധികം വർഷം പഴക്കമുള്ള ആ ഒരു തറവാട്ട് ക്ഷേത്രത്തിൽ ഇടക്കാലത്ത് കുറച്ച് വർഷങ്ങളായിട്ട് ഉത്സവങ്ങളൊക്കെ മുടങ്ങിക്കിടന്നിരുന്നു. വീണ്ടും കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടാണ് വീണ്ടും തറവാട്ടിൽ പുനരുദ്ധാരണവും കാര്യങ്ങളൊക്കെ നടന്ന് വീണ്ടും അത് പഴയപടി തിരിച്ചു വന്നത്. ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന പൊട്ടൻ ദൈവത്തിന് പിന്നിലുള്ളത്. ജാതീയമായി മനുഷ്യരെ തരംതിരിക്കാൻ പാടില്ല എങ്കിലും പൊട്ടൻ തെയ്യം സാധാരണയായിട്ട് കെട്ടിയാടിക്കുന്നത് മലയർ, പുലയർ, ചിറവർ, പാണർ തുടങ്ങിയ സമുദായക്കാരാണ്. ഒരു പൊട്ടൻ തെയ്യം ചടങ്ങിൽ 3 തെയ്യത്തിനെയാണ് അവതരിപ്പിക്കുന്നത്. പുലപ്പൊട്ടൻ, പുലമാരുതൻ, അതുപോലെ പുലച്ചാമുണ്ടി.
ഇതിൽ കോലധാരിയൊന്നും മാറുന്നില്ല. തുടർച്ചയായിട്ടാണ് ഈ 3 തെയ്യങ്ങളും അവതരിപ്പിക്കുന്നത്. അതിലെ ഓരോ തെയ്യത്തിനും പ്രത്യേകമായിട്ട് ചടങ്ങുകളും എല്ലാം ഈ ഒരു സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും ഇവരുടെ തെയ്യത്തിൻ്റെ ആയുധം, അതുപോലെ തെയ്യത്തിൻ്റെ മുഖപ്പാള, ഇവയിലൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. 3 മുഖപ്പാള ഉണ്ടാവും പൊട്ടൻ തെയ്യത്തിന് സാധാരണയായിട്ട്. ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴയ്ക്കുന്ന ഒരാളെ പൊട്ടനെന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ച് പറഞ്ഞ് ഫലിപ്പിക്കുന്ന പൊട്ടൻ കളി കളിക്കുന്നത് കൊണ്ടും ആയിരിക്കാം ഈ ശൈവശക്തിയുള്ള തെയ്യത്തിന് പൊട്ടൻ തെയ്യം എന്ന് പേര് വന്നത്. പൊട്ടൻ തെയ്യം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് അരങ്ങിലെത്തുന്നത് പുലമാരുതനാണ്. ആ പുലമാരുതൻ തെയ്യമാണ്. അതിനുശേഷമാണ് മറ്റ് 2 തെയ്യക്കോലങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഓരോ തെയ്യത്തിനും ഒരു പുതിയ തെയ്യം തുടങ്ങുന്ന അതേപോലെ തന്നെ ചടങ്ങുകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. തെയ്യാട്ട വേദികളിൽ അരങ്ങിലും അണിയറകളിലുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഓരോ തെയ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ചടങ്ങുകളെല്ലാം വളരെ തന്മയത്വത്തോടു കൂടി ചെയ്യുന്ന അവതരിപ്പിക്കുന്ന തെയ്യം കലാകാരന്മാരുണ്ട്. അതുപോലെ വാദ്യ കലാകാരന്മാരൊക്കെ ഉണ്ട്. കണ്ണാരൻ തറവാട്ടിൽ കെട്ടിയാടിച്ച ഈ പൊട്ടൻ ദൈവത്തിൻ്റെ കോലധാരി കണ്ണൻ എന്ന് വിളിക്കുന്ന ദിൽരാജ് പണിക്കരാണ്. മാത്തിൽ ആലപ്പടമ്പ് തന്നെയാണ് ദിൽരാജ് പണിക്കരുടെ വീട്. പൊട്ടൻ ദൈവത്തെ കൂടാതെ തറവാട്ടിൽ വിഷ്ണുമൂർത്തി തെയ്യവും കെട്ടിയാടിക്കുന്നത് ദിൽരാജ് പണിക്കർ തന്നെയാണ്. ദിൽരാജ് പണിക്കർ കെട്ടിയാടിച്ച വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ വീഡിയോസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തെയ്യം പുറപ്പെട്ടതിന് ശേഷം അഗ്നിപ്രവേശത്തിന് തൊട്ട് മുമ്പായിട്ട് അന്തിത്തിരിയൻ ഇവിടെ പുണ്യാഹം തെളിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ കണ്ടത്. ശ്രീ പരമേശ്വരൻ ചണ്ടാളവേഷധാരിയായി ശ്രീ ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണ് പൊട്ടൻ തെയ്യമെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. 8-ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയെന്ന് കരുതപ്പെടുന്ന ശങ്കരാചാര്യരുടെ മനീഷാ പാഞ്ചം എന്ന കൃതിയിൽ ഈ സംഭവം പരാമർശിക്കുന്നുണ്ട്. എല്ലാ തെയ്യങ്ങളുമായും ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പുരാവൃത്തങ്ങൾ ഏതെങ്കിലും ഗ്രാമകഥയുമായി ചേർന്നു നിൽക്കുന്നതാണ്. ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറാൻ പോകുന്ന യാത്രയിൽ അലങ്കാരൻ എന്ന പുലയനുമായി വാഗ്വാദം നടത്തിയെന്നും അത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത്, ചെറുപുഴയ്ക്കടുത്താണ് ഈ പുളിങ്ങോം എന്ന സ്ഥലം, പുളിങ്ങോം എന്ന പ്രദേശത്ത് വെച്ചാണ് എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ അതിപ്രാചീനമായ പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യർ എത്തിച്ചേർന്നുവെന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരുവിലിരുന്ന് അലങ്കാരൻ എന്ന പുലയുവാവ് അത് കേട്ടുമെന്നാണ് വിശ്വാസം. പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെപ്പറ്റി അലങ്കാരൻ വാഗ്വാദം നടത്തി. അലങ്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ശങ്കരാചാര്യർ സമദർശിയായി മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങിയെന്നുമാണ് ഐതിഹ്യം. ഇന്നും പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തായി വാതിൽമഠം എന്ന പൊട്ടൻ ദൈവസ്ഥാനത്ത് പൊട്ടൻ ദൈവം കെട്ടി ആരാധിക്കാറുണ്ട്. ഈ കഥയ്ക്ക് ഉപോദ്ബലകമായി പുളിങ്ങോത്ത് നിന്നും തലക്കാവേരിയിലേക്കുള്ള ഒറ്റയടിപ്പാതയും ഒരേ വരമ്പിൽ നിന്നും ബ്രാഹ്മണനും പുലയനും സംസാരിക്കുന്നത് ശരിയല്ല എന്ന ശാഠ്യം മാറാൻ അലങ്കാരൻ തൻ്റെ കയ്യിലെ മാടിക്കോൽ വഴിയിൽ കുറുകെ വെച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പ് എന്ന സ്ഥലപ്പേരെന്നും ഇവർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇടവരമ്പ് പുളിങ്ങോത്തിനും കോഴിച്ചാലിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് പുളിങ്ങോത്ത് നിന്നും ഒരു 2 കിലോമീറ്റർ അപ്പുറയായിട്ടാണ് ഈ ഇടവരമ്പ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത്. പൊട്ടൻ തെയ്യം പുറപ്പെടുന്ന സമയത്ത് ഇതുപോലെ ഓല കൊണ്ട് ഉണ്ടാക്കിയ തീച്ചൂട്ടുകൾ ചുറ്റിലുമുണ്ടാവും. അതിനുശേഷമാണ് അടുത്ത ഒരു ചടങ്ങായിട്ടാണ് ഇതേപോലെയുള്ള അഗ്നിപ്രവേശം ചടങ്ങ് നടക്കുന്നത്. അതിനായി തെയ്യം നടക്കുന്ന സ്ഥലത്ത് പൊട്ടൻ്റെ തോറ്റം നടക്കുന്ന സമയം ഏകദേശം വൈകുന്നേരം ഒരു 8 മണിയോടെയൊക്കെയാണ്. ഈ സമയത്ത് തന്നെ പുളിമരം, ചെമ്പകം തുടങ്ങിയ മരങ്ങൾ വളരെ ഉയരത്തിൽ കൂട്ടിയിട്ടുണ്ടാക്കുന്ന മേലേരിക്ക് തീ കൊടുക്കും.
അതൊരു ചെറിയ ചടങ്ങാണ്. ആ തീ നേരം വെളുക്കുന്നവരെയും ഏതാണ്ട് തെയ്യം പുറപ്പെടുന്നത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ്. ആ സമയം വരെയും ആ തീ കത്തിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നുണ്ടായ കനൽ ഒരു സ്ഥലത്ത് കൂട്ടും, മറ്റൊരു സ്ഥലത്ത് അതിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിൻ്റെ കഷ്ണങ്ങൾ മറ്റൊരു സ്ഥലത്തും മാറ്റി ഇടാറാണ് സാധാരണ ചെയ്യുക. പിന്നീട് തെയ്യം പുറപ്പെട്ടതിന് ശേഷം തെയ്യം മാറി മാറി ഈ തീയിലും അതുപോലെ ഈ കനലിലും കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിലും പോയി ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. തീയെ പ്രതിരോധിക്കാൻ കുരുത്തോല കൊണ്ടുള്ള ഉടയാട ഉണ്ടെങ്കിലും, വളരെ ശക്തമായ ഉടയാടയുണ്ട് എങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെ വളരെ ഭയങ്കരമായിട്ടുള്ള ചൂട് എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു തീയിലാണ് ഈ തെയ്യം പോയി ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നത്. കത്തുന്ന തീയിലിരിക്കുമ്പോഴും കുളിരണ് വല്ലാതെ കുളിരണ് എന്നാണ് ഈ പൊട്ടൻ തെയ്യം എപ്പോഴും പറയാറ്. സാധാരണ തെയ്യങ്ങൾക്ക് കണ്ടുവരാറുള്ള മുഖത്തെഴുത്ത് ഈ തെയ്യത്തിനില്ല. പകരം മുഖത്ത് നേരത്തെ തന്നെ തയ്യാറാക്കിയ മുഖാവരണം മുഖപ്പാള അണിയുകയാണ് പതിവ്. ആ മുഖപ്പാള 3 തെയ്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള മുഖപ്പാളയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെയാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ആ 3 തെയ്യത്തിനും വരുന്നത്. വയറിലും മാറിലും അരി അരച്ചു തേക്കുന്ന അതാണ് സാധാരണയായിട്ട് പതിവ്. ഉടലിൽ 3 കറുത്ത വരകളും ഉണ്ടാവും. തലയിലെ കുരുത്തോല കൊണ്ടുള്ള മുടിയും അരയിൽ ധരിക്കുന്ന കുരുത്തോലകളും പൊട്ടൻ തെയ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അരിച്ചാന്ത് കൊണ്ടുള്ള മാർച്ചമയവും മുഖപ്പാള ഉപയോഗിച്ചുള്ള മുഖത്തെഴുത്തും കൊയ്യോല കൊണ്ടുള്ള തിരുമുടിയുമാണ് ഈ തെയ്യത്തിൻ്റെ പ്രധാന വേഷം. തോറ്റം നടക്കുന്നതിന് മുൻപായി പൊട്ടൻ തെയ്യത്തിനുള്ള നിവേദ്യം സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. 2 നിലവിളക്കുകൾക്ക് മുന്നിൽ ഉണക്കലരി, പുഴുക്കലരി, തേങ്ങ, മലർ, വെറ്റില, അടക്ക, ഇടിച്ച അവൽ തുടങ്ങിയവ വയ്ക്കുന്നു. പൊട്ടൻ തെയ്യത്തിൻ്റെ ആയുധമായ കിങ്ങിണിക്കത്തി എന്നാൽ ഒരു അരിവാളിന് സമാനമായിട്ടുള്ള ഒരു ദിനം വെള്ള കത്തിയാണ് കിങ്ങിണിക്കത്തി. അത് നിലവിളക്കിന് മുമ്പിൽ വെക്കും. ചില തറവാടുകളിലും കാവുകളിലും പൊട്ടൻ തെയ്യത്തോടൊപ്പം തന്നെ പുലമാരുതൻ തെയ്യം സെപ്പറേറ്റ് ആയിട്ട് കെട്ടി അടിക്കാറുണ്ട്. ഇവിടെ നടക്കുന്ന ഈ പൊട്ടൻ തെയ്യത്തിൽ 3 തെയ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. പുലമാരുതൻ, പുലപ്പൊട്ടൻ, പുലച്ചാമുണ്ടി, ഇങ്ങനെ 3 തെയ്യങ്ങൾ. അപ്പോൾ അതിൽ ഈ പുലമാരുതൻ തെയ്യത്തിൻ്റെ മുഖപ്പാള പൊട്ടൻ തെയ്യത്തിൽ നിന്ന് കുറച്ചുകൂടി ചെറുതാണ്. നിവേദ്യം വെക്കുന്നതോടൊപ്പം പൊട്ടൻ്റെയും പുലമാരുതൻ്റെയും മുഖപ്പാളകൾ കൂടി അഴിച്ചു വെക്കുന്ന, അതുപോലെ പുലച്ചാമുണ്ടീൻ്റെയും 3 മുഖപ്പാളകൾ കൂടി അവിടെ അഴിച്ചു വെക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. കാഞ്ഞങ്ങാടിനടുത്തുള്ള അതിഞ്ഞാലിലെ കൂർമൽ എഴുത്തച്ഛൻ എന്ന നാട്ടുകവിയാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിലെ അർത്ഥഭംഗിയുള്ള വരികൾ പലതും കൂട്ടിച്ചേർത്ത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിങ്ങളെ കൊത്തിയാലും ചോരയല്ല ചോവറേ, നാങ്ങളെ കൊത്തിയാലും ചോരയല്ല ചോവറേ തുടങ്ങിയ വരികൾ വളരെ പ്രസക്തമാണ്. അങ്ങനെ അവസാനം തെയ്യം ഓരോ തറവാട്ടംഗങ്ങളെയും ഇതുപോലെ വിളിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ്. അപ്പം അങ്ങനെ തെയ്യം വിളിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് തെയ്യം വിളിക്കുന്നതാണെന്ന് മനസ്സിലാകാതെ ഞാനൊരു മൂലയ്ക്ക് കൂടിയിരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ മാറി മാറി നിന്ന ഓരോ ആളുകളെയും തെയ്യം വിളിച്ച് ഒരു ഭാഗത്തേക്ക് നിർത്തുന്നുണ്ടായിരുന്നു. ഇതിപ്പം തെയ്യം എന്നെ വിളിച്ചതാണ്, എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ വിളിച്ചു നിർത്തിയ ഓരോ തറവാട്ടംഗങ്ങളെയും ഇതുപോലെ നമ്മുടെ അമ്മാവന്മാരൊക്കെയാണ്. അപ്പോൾ അവരെ തെയ്യം ഇങ്ങനെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് മേലേരിയും മറ്റൊരു ഭാഗത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള വിറക് കഷ്ണങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിനിടയിൽ എന്നെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്ന എന്നെ തെയ്യം വീണ്ടും വിളിച്ചു കൊണ്ടുപോയി എന്താണ് ഞാൻ വിളിച്ചിട്ട് വരാത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, എന്നിട്ടെന്താ വരാത്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഓരോ തറവാട്ടംഗങ്ങളെ ഇതുപോലെ തെയ്യം വിളിച്ചു വരുത്തി അനുഗ്രഹം ഒക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. തെയ്യം വിളിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഫോണ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണ് പെട്ടെന്ന് പോക്കറ്റിലിട്ട് വന്ന സമയത്ത് അതിൽ പതിഞ്ഞ വിഷ്വൽസാണിത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാക്കി ഇതെല്ലാം കാണുന്നത് അവിടെയുള്ള ചുറ്റുപാടുള്ള നാട്ടുകാരും അതുപോലെ തറവാട്ടിലെ മറ്റ് അംഗങ്ങളൊക്കെയാണ്.
മഹാപണ്ഡിതനായ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ടും സംവാദങ്ങൾ കൊണ്ടും സർവരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ തൻ്റെ ജ്ഞാനത്തിൽ അദ്ദേഹം അതിയായി അഹങ്കരിച്ചു. അറിവിലൂടെ ആർജിച്ച നന്മയുടെ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. മഹാജ്ഞാനത്തിൻ്റെ സർവജ്ഞപീഠം കയറാൻ ഒരുങ്ങുന്ന ശങ്കരൻ അതിനു മുമ്പ് തൻ്റെ അഹങ്കാരം വെടിയണം എന്നതും സന്മാർഗത്തിൽ ജീവിക്കണം എന്നതും സാക്ഷാൽ പരമശിവൻ ആഗ്രഹിച്ചു. അതിനായി ശങ്കരാചാര്യരുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനു വേണ്ടി പരമശിവൻ ഒരു അലങ്കാരൻ എന്നു പേരുള്ള പുലയ വേഷധാരിയായി മലനാട്ടിൽ അവതരിച്ചു. കൂടെ പുലയ പത്നിയായി പാർവതീദേവിയും മകനായി നന്ദികേശനും മലനാട്ടിലെത്തി. ഈ 3 ആളുകളാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ കൂടെയുള്ള പുലമാരുതനും പുലപ്പൊട്ടനും അതുപോലെ പുലച്ചാമുണ്ടി എന്ന് പറഞ്ഞാൽ ദേവി പാർവതീദേവിയാണ്. ഇപ്പോഴിവിടെ ആദ്യ തെയ്യമായിട്ടുള്ള പുലമാരുതൻ തെയ്യം കഴിഞ്ഞു. ആ മുഖപ്പാള മാറ്റി ഇനി അടുത്ത പുലപ്പൊട്ടൻ എന്ന തെയ്യത്തിൻ്റെ ആ ഒരു സങ്കല്പത്തിലേക്ക് മുഖപ്പാള മാറ്റുകയാണ്. മാറ്റിക്കഴിഞ്ഞാൽ പുലപ്പൊട്ടൻ, ആ പുലപ്പൊട്ടനാണ് തീയിലേക്ക് ചാടി അഗ്നിപ്രവേശമൊക്കെ ചെയ്യുന്നത്. പുലമാരുതൻ ഉപയോഗിച്ച ആ മുഖപ്പാള മാറ്റി പുലപ്പൊട്ടൻ മറ്റൊരു മുഖാവരണമാണ് അടിയുന്നത്. അത് കൂടാതെ അഗ്നിപ്രവേശം ഉള്ളതുകൊണ്ട് തന്നെ പിറകിലായിട്ട് നീണ്ട ഈ കുരുത്തോല കൊണ്ടുള്ള മുടിയും ഒക്കെ പുലപ്പൊട്ടിന് കാണാം. അതുപോലെ തന്നെ അരയിലുള്ള മുടിയുടെ അരമട അത് കുറച്ചും കൂടെ കട്ടിയുള്ളതായി മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് പുലമാരുതനും പുലപ്പൊട്ടനും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ. അപ്പം ആ ഒരു പുതിയ പുലപ്പൊട്ടൻ തെയ്യം പുറപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആടയാഭരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമശിവൻ്റെ കൂടെ പുത്രനായി അവതരിച്ച നന്ദികേശനാണ് പുലിമാരുതൻ തെയ്യം. പുലപ്പൊട്ടൻ തെയ്യം സാക്ഷാൽ പരമശിവൻ തന്നെയാകുന്നു. പരമശിവൻ്റെ ഭാര്യയായി പുലയ സ്ത്രീയായി അവതരിച്ച പാർവതി ദേവിയാണ് പുലച്ചാമുണ്ടി തെയ്യം. അത് ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. വളരെ ലളിതവും തത്വാധിഷ്ഠിതവുമാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റം. മറ്റു തെയ്യങ്ങളിൽ നിന്നും വിഭിന്നമായി സ്ത്രീകളും പൊട്ടൻ തെയ്യം തോറ്റം ആലപിക്കും. പ്രത്യേകിച്ച് പീഠങ്ങളിലിരിക്കാതെ നിലത്തും തീക്കനലിലുമൊക്കെ ഇരുന്നും കിടന്നുമാണ് പൊട്ടൻ തെയ്യം പ്രപഞ്ച സത്യങ്ങൾ ചിരിയും കളിയുമായി പൊട്ടൻ ഭാവങ്ങളോടെ വിളിച്ചു പറയുന്നത്.
മന്ത്രവാദി എന്നെ ഇങ്ങനെ താറ്റാനും വിടുന്നില്ല, അറിയാനും വിടുന്നില്ല, കിടക്കാനും വിടുന്നില്ല. എന്തൊക്കെ മന്ത്രവാദി നീ കളിക്കുന്നേ? ഇടക്കിടക്ക് മനാരത്തിലൊന്ന് കിടക്കണം, താറ്റണം. കരം പിടിക്കും. മന്ത്രവാദി മന്ത്രവാദി ഇന്നൊരു നാട്ടിൽ പിറന്നു എന്നിരിക്കുന്ന വിവാനം അല്ലേ? എന്റെ കണാറുന്നതാന്റെ തറവാടാധാരമായിട്ട് ഇങ്ങനെ വിളിക്കട്ടെ മന്ത്രവാദി. തണ്ടേലിയും കളമാരി റാത്തിമാർ എല്ലാവരും എനിക്ക് വിളിക്കണം കേട്ടോ. എനിക്ക് മൊത്തത്തായി വേണോ? താത്തിട്ടെന്താ വിളിക്കോ? അല്ലേ? പാലവൃക്ഷന്റെ ആധാരമായിട്ട് എന്റെ നടൻ അന്ന് ക്ഷീരം കൊടുത്തതിന്റെ അനുഭവമല്ലേ ഈ കാണുന്നത്? എല്ലാം അറിയാൻ പറ്റുമോ? ആരാ ഉണ്ടായത് ഇതിലേക്ക്? ആരല്ലേ ഉണ്ടായിട്ട്? മുഖ്യമന്ത്രിമാരി അല്ലേ? പൂർവജന്മ സുഹൃത്തം അല്ലേ? അല്ലേ? ആ ബിംബത്തെ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തെ നിലനിർത്തുന്നത് അല്ലേ? ഇന്നൊരു പുത്രൻ അല്ലെ പ്രപഞ്ചത്തിൽ ജനിക്കുമ്പോൾ പിതാവ് എങ്ങനെയാണോ അതുപോലെയല്ലേ പ്രതിഷ്ഠാ സമയത്ത് എന്റെ ബ്രഹ്മചോദി തനോദീ വിസ്താരയതീ ഇതിതന്ത്രം അല്ലെ വികസിപ്പിക്കുന്നത് ഏതാണോ അത് തന്ത്രം എന്ന തത്വം ഗാത്രക്ഷേത്രത്തിനകത്ത് കൊണ്ടുപിടിച്ച് അല്ലെ ഇന്ന് നിലനിർത്തുന്നുണ്ടല്ലോ. മുഖനാന്ന് കുറച്ച് കളി കൂടുതൽ, മോനാന്ന് കുരുത്തക്കത്, മോനാന്ന് പള്ളക്കെല്ലാം പിടിക്കും. എന്നാ ഞാൻ ചെയ്യണ്ട്? ചെലമ്പാണെന്നാ പറയുന്നത്. ചെലമ്പാണെന്നാ പറയുന്നത്. ചെലവുണ്ടോ? തിരിയല്ലോ ഏതാ അല്ലേ? ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാം അല്ലേ? എന്റെ മന്ത്രവാദിയുടെ പോയി എന്റെ മന്ത്രവാദിയല്ലേ ഞാൻ നോക്കുന്നു. എന്നാ കൊടുക്കാല്ലേ?